മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ്റെ അവസാനത്തെ പോർഷനാണ് നമ്മൾ ഇന്ന് കാണുന്നത്. നമുക്കിന്ന് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും വേരിയൻസ് ഓഫ് എക്സും കണ്ടുപിടിക്കാനാണ്. അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും വേരിയൻസും കണ്ടുപിടിക്കാനായിട്ട് നമുക്കിതിൽ നിന്ന് നമ്മുടെ PDF-ലേക്കൊന്ന് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ മാറ്റി എഴുതണം. അപ്പം ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ ഡിസ്ക്രീറ്റ് ആണോ എന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം അതിനുവേണ്ടി നമുക്കിതിൻ്റെ പ്ലോട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലുള്ള ഗ്രാഫാണ് കിട്ടുക. അപ്പം ഇവിടെ എന്താണ് 1ലും 2ലും 0ലും 1ലും 2ലും ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല അല്ലേ, അവിടെ ജംപ് പോയിന്റ്സ് ആണുള്ളത്. ഓക്കെ, അപ്പം അതിൻ്റെ ഇടയിലുള്ള ഹൈറ്റ് ആണ് നമ്മുടെ PDF ആയിട്ട് വരിക. അതായത് ജംപ് പോയിന്റ്സ് ഉണ്ട്, കണ്ടിന്യൂസ് അല്ലാത്തത് കൊണ്ട് ഈ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ അല്ല, ഡിസ്ക്രീറ്റ് ആണ്. അപ്പം അതിൻ്റെ PMF വരുന്നത് ഈ ജംപ് പോയിന്റ്സ് ജമ്പിൻ്റെ ഹൈറ്റ് ആണ് വരിക. അപ്പം അതെങ്ങനെയാണ് കണ്ടുപിടിക്കാന്നറിയാലോ. അപ്പം നമ്മുടെ PMF കിട്ടാൻ എന്ത് ചെയ്താൽ മതി, എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് x = 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1/4, x = 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 3/8 - 1/4. ഇത് ഹൈറ്റ് ആണ് കേട്ടോ. 1/8 എന്ന് പറയുന്നത് ആ പാരലൽ ലൈൻസ് വരച്ചിരുന്നല്ലോ, അതിൻ്റെ ഇടയിലുള്ള ഹൈറ്റ് ആണ് വരിക. ഓക്കെ, x = 2ന് 5/8. അപ്പം ഇത് ശരിയാണോ എന്നറിയാൻ എന്ത് ചെയ്താൽ മതി, സമ്മേഷൻ f of x 1 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. 1 ആണ്. സോ ദിസ് ഈസ് ദ PDF. ഇനി എക്സ്പെക്റ്റേഷനും വേരിയൻസും കണ്ടുപിടിക്കാമല്ലോ. എക്സ്പെക്റ്റേഷൻ കാണാൻ എക്സ്പെക്റ്റേഷൻ എക്സും, വേരിയൻസ് കാണാൻ എക്സ്പെക്റ്റേഷൻ x² മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x ദ ഹോൾ സ്ക്വയർ. അപ്പം അത് കംപ്ലീറ്റ് ചെയ്യുക. അടുത്തത് എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. എക്സ് എടുക്കുന്ന വാല്യൂസ് 0യും 1ഉം 2ഉം. അപ്പം അതിന് കറസ്പോണ്ടിങ് PDF നമുക്ക് തന്നിട്ടുണ്ട്. ഇനി P വേരി ചെയ്യുന്നത് 0 തൊട്ട് 1 വരെ. എന്താ പറഞ്ഞിരിക്കുന്നത്, Pൻ്റെ എക്സാക്റ്റ് വാല്യൂ കണ്ടുപിടിക്കണം വിത്ത് കണ്ടീഷൻ വേരിയൻസ് ഓഫ് എക്സ് ഈസ് മാക്സിമം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഈ PDF വെച്ചിട്ട് വേരിയൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് ഏത് Pയിലാണ് ഇത് മാക്സിമം ആകുന്നത് എന്ന് നോക്കുക. നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് വേരിയൻസ് കണ്ടുപിടിച്ചു. വേരിയൻസ് എന്ത് കിട്ടി, 2P. വേരിയൻസ് കാണാൻ എന്തൊക്കെ കാണണം, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണണം, എക്സ്പെക്റ്റേഷൻ ഓഫ് x² കാണണം. വേരിയൻസ് കാണാനായിട്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് x² മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x ദ ഹോൾ സ്ക്വയർ. അപ്പം 2P എന്ന ആൻസർ കിട്ടി. നമുക്ക് കാണേണ്ടത് Pയുടെ ഏത് പോയിന്റിലാണ് വേരിയൻസ് മാക്സിമം ആയിട്ടുള്ളത്. അപ്പം നമ്മൾ Pയുടെ വാല്യൂ 0 തൊട്ട് 1 വരെയാണ് ചേഞ്ച് ചെയ്യുക. അപ്പം നോക്കിയാൽ P 1 ആകുമ്പം വേരിയൻസ് എന്ന് പറയുന്നത് 2 ആണ്, ഏറ്റവും മാക്സിമം ആണ് അല്ലേ. P 0 ആകുമ്പം വേരിയൻസ് 0. സോ അപ്പം നമ്മൾ വിചാരിക്കും P എന്ന് പറയുന്നത് 1 ആകുമ്പോഴാണ് വേരിയൻസ് മാക്സിമം ആകുന്നതാണ്. പക്ഷെ നമ്മുടെ പ്രോബബിലിറ്റീസിലേക്ക് ഒന്ന് നോക്കിക്കേ. നമ്മുടെ പ്രോബബിലിറ്റി എഴുതുമ്പം ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്, പ്രോബബിലിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകണം, അതേപോലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകണം. അപ്പം പ്രോബബിലിറ്റി ദാറ്റ് x = 1 എത്രയാണ് ആൻസർ, 1 - 2P. അപ്പം P 1 ആയി കഴിയുമ്പം ഈ പ്രോബബിലിറ്റി എന്താവും, 1 - 2. അതെന്താണ്, -1. അത് പാടുണ്ടോ, പ്രോബബിലിറ്റി എപ്പോഴും 0ക്കും 1നും ഇടയ്ക്ക് മാത്രമേ നിൽക്കാൻ പാടുള്ളൂ, 0 തൊട്ട് 1 വരെ മാത്രം. അപ്പം -1 എന്ന് പറയുന്ന പ്രോബബിലിറ്റി പോസിബിൾ അല്ല അല്ലേ. അപ്പം ഈ ഒരു കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഏതാണ് നമുക്ക് പറ്റുക. അപ്പം ഇവിടെ P = 1/2 ആയിക്കഴിഞ്ഞാൽ പ്രോബബിലിറ്റി x = 1 ആകാനുള്ള പ്രോബബിലിറ്റി എന്തായി, 1 - 1 0 ആയി അല്ലേ. P = 1/2 ആവുകയാണെങ്കിൽ ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 - 2 × 1/2, 1 - 1 എന്ന് പറയുന്നത് 0 ആയി. അപ്പം വേരിയൻസ് എന്ന് പറയുന്നത് 2 × 1/2 1 ആയി. അപ്പം അതേപോലെ നിങ്ങൾ വേറെ ഏതെങ്കിലും വാല്യൂ എടുത്ത് നോക്കിക്കേ. 3/4 ആകുമ്പം പ്രോബബിലിറ്റി പിന്നെ നെഗറ്റീവ് ആകും. ഇനി 1/4 ആയി കഴിഞ്ഞാലോ, 1/4 ആയി കഴിഞ്ഞാൽ 1 - 1/2 എന്ന് പറയുന്നത് 1/2 ആകും.
പിന്നെ വേരിയൻസ് എന്താകും? 2 × 1/4, 1/2, പിന്നെയും ചെറുതാകും അല്ലേ? അപ്പം വേരിയൻസ് മാക്സിമം വരുന്നതും പ്രോബബിലിറ്റി എല്ലാം ഗ്രേറ്റർ ദാൻ 0യും ലെസ് ദാൻ 1ഉം വരുന്നത് ഏത് പോയിന്റിലാണ്? p = 1/2 ആകുമ്പോൾ. സോ നമ്മുടെ ആൻസർ p = 1/2. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ജോയിന്റ് PDF തന്നിട്ടുണ്ട് അല്ലേ? എക്സിൻ്റെയും വൈയുടെയും ജോയിന്റ് PDF. അപ്പോൾ എക്സും വൈയും എടുക്കുന്ന വാല്യൂസ് 0യും 1ഉം 2 എന്താണ്? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആണ്. അപ്പം അതിൻ്റെ ഡിസ്ക്രീറ്റ് ജോയിന്റ് PDF ആണ് തന്നിരിക്കുക. എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടേ? മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് കണ്ടുപിടിക്കണം. F1 of Xഉം F2 of Yയും. പിന്നെ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് Y ഫോർ എ ഗിവൺ X. അപ്പം F of Y given X എങ്ങനെ കണ്ടുപിടിക്കുക? F of XY by F1 of X. അപ്പം ഇതെല്ലാം കാണാനായിട്ട് സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഇത് കണ്ടുപിടിച്ച ശേഷം മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ച് വേരിയൻസ് ഓഫ് എക്സും വേരിയൻസ് ഓഫ് വൈയും കണ്ടുപിടിക്കുക. അടുത്ത ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? ആവറേജ് നമ്പർ ഓഫ് ട്രയൽസ് ആണ് കണ്ടുപിടിക്കുക അല്ലേ? n കീസ് ഉണ്ട്, അതിൽ ഒരെണ്ണമാണ് മാച്ചിങ് കീ ഉള്ളത്, ബാക്കി n-1 എണ്ണവും റോങ് കീസ് ആണ്. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഓരോ കീ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ കീ ഓരോ ട്രയൽ എടുത്തിട്ട് ലോക്ക് ഓപ്പൺ ആവുന്നുണ്ടോ എന്ന് നോക്കുവാണ്. അപ്പം ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ആവറേജ് നമ്പർ ഓഫ് ട്രയൽസ് ആണ്. അപ്പം നമ്മൾ നമ്മുടെ റാൻഡം വേരിയബിൾ എക്സ്, വി കൺസിഡർ എക്സ് ആസ് ദ നമ്പർ ഓഫ് ട്രയൽസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ് അല്ലേ? ആവറേജ് നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുമ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ 2 കേസാണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്നാമത്തെ കേസിൽ ഓരോ ട്രയലിലും റോങ് കീസ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. 2ാമത്തെ കേസിൽ നമ്മളത് എലിമിനേറ്റ് ചെയ്യുന്നില്ല. ഓരോ ട്രയലിലും ഓരോ കീ എടുത്ത് തുറക്കാൻ നോക്കി, പറ്റുന്നില്ലെങ്കിൽ അത് അതിലേക്ക് തന്നെ തിരിച്ചിടുന്നു. ആദ്യത്തെ കേസിൽ അത് മാറ്റി വെച്ചിട്ട് അടുത്ത കീ കൺസിഡർ ചെയ്യുന്നു. അപ്പം ഇങ്ങനെയാണ് 2 കേസുകളായിട്ട് വരിക. അപ്പം ആദ്യത്തെ നമുക്ക് വിത്ത് റീപ്ലേസ്മെൻറ്റും 2ാമത്തെ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റുമായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം നമുക്കിവിടെ എക്സിന് എടുക്കുന്ന വാല്യൂസും അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസും എന്താ വരുന്നത് നോക്കാം. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം. റോങ് കീസ് ആർ എലിമിനേറ്റഡ്. അപ്പോൾ ഇവിടെ എന്താണ്? ആദ്യം നമുക്ക് എക്സ് ഈക്വൽ ടു 1, നമ്പർ ഓഫ് ട്രയൽസ് 1 ആണെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് n കീസ് ആണ് ഉള്ളത്. അതിൽ ശരിയായിട്ടുള്ള ഒരു കീ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/n. ഇനി നമ്പർ ഓഫ് ട്രയൽസ് 2 ആണെങ്കിൽ എന്താ സംഭവിക്കുക? ആദ്യത്തെ ട്രയലിൽ റോങ് കീ ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പം അതിൻ്റെ പ്രോബബിലിറ്റി n-1/n. അടുത്ത ട്രയലിൽ എന്താ ചെയ്തത്? ആ റോങ് കീ മാറ്റി വെച്ചിട്ട് ശരിയായ കീ എടുക്കുന്നു. അപ്പം n-1 ആണ് മിച്ചമുള്ളത്. അതിൽ 1 മാത്രമേ ശരിയായിട്ടുള്ളൂ. അപ്പം n-1/n ഇൻറ്റു 1/n-1. അതെന്ത് കിട്ടി? 1/n. ഇനി 3 ട്രയൽസ് ആണുള്ളതെങ്കിലോ? ആദ്യം ഒരു കീ എടുത്തു, റോങ് ആയിരുന്നു, അതിൻ്റെ പ്രോബിലിറ്റി n-1/n. അത് മാറ്റി വെച്ചു. പിന്നെ n-1 കീസ് ആണുള്ളത്, അതിൽ നിന്നും റോങ് ആയിട്ടുള്ളതാണ് എടുത്തത്, അതിൻ്റെ പ്രോബിലിറ്റി n-2/n-1. പിന്നെ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മിച്ചം n-2 കീസ് ആണുള്ളത്, അതിൽ നിന്നും ശരിയായിട്ടുള്ള കീ എടുത്തു, 1/n-2. അപ്പം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് n-1/n ഇൻറ്റു n-2/n-1 ഇൻറ്റു 1/n-2. എന്ത് കിട്ടി? 1/n. അങ്ങനെ n കീസ് ആണുള്ളത്, അതുകൊണ്ട് നമുക്ക് n ട്രയൽസ് വരാം. അപ്പം നമ്പർ ഓഫ് ട്രയൽസ് n ആവാനുള്ള പ്രോബബിലിറ്റി 1/n തന്നെയായിരിക്കും. ഇനി അടുത്തത് റോങ് കീ എലിമിനേറ്റ് ചെയ്യുന്നില്ലാത്ത കേസ്. ഇനി 2ാമത്തെ കേസ് നോക്കിക്കേ. റോങ് കീ എലിമിനേറ്റ് ചെയ്തിട്ടില്ല, അതായത് റോങ് കീ എലിമിനേറ്റ് ചെയ്യാതെ തിരിച്ച് ആ ബോക്സിലേക്ക് തന്നെ ഇടുക. ദാറ്റ് ഈസ് വിത്ത് റീപ്ലേസ്മെന്റ് കേസ്. അപ്പം ഇവിടെ നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്നത് 1 ആകാം, 2 ആകാം, 3 ആകാം, n ആകാം, n+1 ആകാമല്ലോ. അതെ, n കീസ് ഉണ്ട്, പക്ഷെ ഓരോ തവണ നമ്മൾ അത് തിരിച്ചിടുമ്പോഴും കീയുടെ എണ്ണം ചേഞ്ച് ആവുന്നില്ല. ചിലപ്പോൾ ഇൻഫിനിറ്റി വരെ ഇത് തുടർന്ന് പോകാം അല്ലേ? അപ്പം ഇവിടെയും എക്സ് ഈക്വൽ ടു 1 ആകാനുള്ള പ്രോബബിലിറ്റി 1/n. ഇനി 2 ആകാനുള്ള പ്രോബബിലിറ്റി, അതായത് ഫസ്റ്റ് ട്രയലിൽ
റോങ് കീ ആണ് എടുത്തത്. അതിനുള്ള പ്രോബബിലിറ്റി n-1/n. എന്നിട്ട് അത് തിരിച്ചിട്ടു. അതിൽ നിന്നും ശരിയായിട്ടുള്ള കീ എടുത്തു 1/n. ഇനി 3 ട്രയൽസിന്റെ നമ്പർ എങ്കിൽ ആദ്യത്തെ 2 നമ്മൾ റോങ് കീ ആണ് എടുക്കുന്നത്. അതിന്റെ പ്രോബബിലിറ്റി എന്ത് വരും? n-1/n എന്ന് പറയുന്നത് ആദ്യത്തെ കീ റോങ് ആയിട്ട് എടുത്തു, അത് തിരിച്ചിട്ടു, അതിനകത്ത് പിന്നെയും റോങ് ആയിട്ടുള്ളത് എടുത്തു, പിന്നെ n-1/n ഇൻറ്റു ശരിയായിട്ടുള്ളത് എടുത്തു 1/n. അപ്പം ഇത് n എണ്ണം ആവുമ്പം ഇതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് n-1/n the whole raised to n-1 ഇൻറ്റു 1/n. അപ്പൊ ഇത് ഇൻഫിനിറ്റി വരെ പോകാം. അപ്പൊ ഇതാണ് ഈ 2 കേസിലുള്ള പ്രോബബിലിറ്റീസും എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാമല്ലോ. ജനറൽ ഫോർമുല ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സും വൈയും അൺകോറിലേറ്റഡ് ആണെന്ന് കാണിക്കണം. അതായത് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് വൈ 0 ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പം കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് വൈ 0 എന്ന് കാണിക്കാൻ കൊവേരിയൻസ് ബിറ്റ്വീൻ എക്സ് വൈ 0 ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി, 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ കൊവേരിയൻസ് ബിറ്റ്വീൻ എക്സ് വൈ കാണാൻ എന്തൊക്കെ വേണം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, എക്സ്പെക്ടേഷൻ ഓഫ് വൈ. അപ്പൊ ഇത് രണ്ടും നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ കാണാൻ നമുക്ക് ജോയിന്റ് പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് എക്സിന്റെയും വൈയുടെയും മാർജിനൽ പ്രോബബിലിറ്റീസ് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സും എക്സ്പെക്ടേഷൻ ഓഫ് വൈയും കണ്ടുപിടിക്കാം. അങ്ങനെ കൊവേരിയൻസ് നോക്കുക, 0 ആണെങ്കിൽ എക്സും വൈയും അൺകോറിലേറ്റഡ് ആണ്. 7ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സും വൈയും കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് ആണ്. അപ്പൊ എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യണം. അതിന് എന്ത് ചെയ്താൽ മതി? ആദ്യമേ ഇതിനകത്ത് നിന്ന് മാർജിനൽ ഡെൻസിറ്റീസ് കാണണം, f1 ഓഫ് എക്സും f2 ഓഫ് വൈയും. എന്നിട്ട് f ഓഫ് എക്സ് വൈ ഈക്വൽ ടു f1 ഓഫ് എക്സ് ഇൻറ്റു f2 ഓഫ് വൈ ആണോ എന്ന് കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണ്. ഇനി പറഞ്ഞിരിക്കുന്നത് എക്സ് പ്ലസ് വൈയുടെ MGF കാണാനാണ്. അപ്പം എക്സ് പ്ലസ് വൈയുടെ MGF കാണാൻ നമുക്ക് എക്സിന്റെ MGF വേണം, വൈയുടെ MGF വേണം. അപ്പം നമ്മൾ മാർജിനൽ PDF f1ഉം f2ഉം കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് mx ഓഫ് ടിയും my ഓഫ് ടിയും കണ്ടുപിടിക്കുക. അതിനുശേഷം എക്സ് പ്ലസ് വൈയുടെ MGF നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം അങ്ങനെ ചെയ്യൂല്ലോ. അടുത്ത ക്വസ്റ്റ്യന് 8ാമത്തെ ക്വസ്റ്റ്യനിൽ കംപ്ലീറ്റ് അല്ല, സോ അത് വിട്ടേക്കും. 9ാമത്തെ ക്വസ്റ്റ്യനിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ടേബിൾ ആയിട്ടല്ല, നമുക്ക് ചിലപ്പം ടേബിൾ ആയിട്ടായിരിക്കും. 6ാമത്തെ ക്വസ്റ്റ്യനിലെ പോലെ എക്സും വൈയും ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ചിലപ്പം ടേബിൾ ആയിട്ട് തരാം. ഇവിടെ ടേബിൾ ആയിട്ടല്ലാതെ ജനറൽ ആയിട്ടൊരു ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഫോർമുല ആക്കി തന്നിരിക്കുന്നത്. ടേബിൾ ആയിട്ട് തരുന്ന കേസിൽ f1 ഓഫ് എക്സും f2 ഓഫ് വൈയും ഓരോ എക്സിനും വൈക്കും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. അതായത് 6ാമത്തെ കേസിൽ എക്സ് -1 ആകുമ്പം f1 ഓഫ് -1 എന്താ വരിക? f1 ഓഫ് -1 0.4 വരും. അതായത് കോളം സം ആണ് എക്സിന്റെ മാർജിനൽ ഡെൻസിറ്റീസ് ആയിട്ട് വരിക. ഏത്? 6ാമത്തെ ക്വസ്റ്റ്യനിൽ എക്സിന്റെ മാർജിനൽ ഡെൻസിറ്റീസ് ആയിട്ട് കോളം സം ആണ് വരിക, വൈയുടെ മാർജിനൽ ഡെൻസിറ്റീസ് ആയിട്ട് റോ സം ആണ് വരിക. ഓക്കെ. 9ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ജനറൽ ആയിട്ടൊരു ഫോർമുല എഴുതാൻ പറ്റും. സോ നമ്മൾ ടേബിൾ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇവിടെ എന്ത് ചെയ്താൽ മതി? ജനറൽ ഫോർമുല ഉപയോഗിച്ച് തന്നെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം കണ്ടീഷണൽ മീനും കണ്ടീഷണൽ വേരിയൻസും ആണ് ചോദിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ആദ്യമേ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ കാണണം. കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ കാണാൻ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് f1 ഓഫ് എക്സും f2 ഓഫ് വൈയും വേണം. അത് വെച്ച് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻസ് കാണുക. അതിൻ്റെ അകത്ത് നിന്ന് എക്സ്പെക്ടേഷനും വേരിയൻസും കാണുക. ഇത് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയുക, ചെയ്തു തരാം. ഓക്കെ. അപ്പം ഇത് വെച്ച് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പെക്ടേഷനും വേരിയൻസും എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി ഇതുപോലെ തന്നെയാണ് 10ാമത്തെ ക്വസ്റ്റ്യൻ. പക്ഷെ 10ാമത്തെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ഡിഫറൻസ് ഉള്ളത്, എക്സും വൈയും ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾസ് ആണ് അല്ലെ. റേഞ്ച് വരുന്നത് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൈ ലെസ് ദാൻ 1 എന്നാണ്. അതായത് എക്സും വൈയും അവിടെ ഡിപ്പെൻഡ് ചെയ്താണ് കിടക്കുന്നത്. അപ്പൊ ഇവിടെ
മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റാനായിട്ട് നമുക്ക് ആദ്യമേ തന്നിരിക്കുന്ന റേഞ്ചിനെ ഒന്ന് പ്ലോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഷെയ്ഡഡ് റീജിയൻ ആണ് നമ്മുടെ PDF തന്നിരിക്കുന്ന റീജിയൻ. ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ കണ്ടോ, എക്സ് ലെസ് ദാൻ വൈ. അതിനുവേണ്ടി ആദ്യമേ എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന ഒരു ലൈൻ എടുക്കുക. 0 തൊട്ട് 1 വരെയാണ് എക്സും വൈയും റേഞ്ച് ചെയ്യുന്നത്. അപ്പം എക്സ് ലെസ് ദാൻ വൈ എന്ന് പറയുന്ന പോർഷനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇവിടെ നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ കറക്റ്റായിട്ട് റേഞ്ച് ഇട്ട് കൊടുത്ത് നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പം നമുക്കറിയാം ടോട്ടൽ പ്രോബബിലിറ്റി ആണ് 1. അത് ഉപയോഗിച്ചാണ് നമ്മൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക അല്ലേ. ആ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പം ഇവിടെ ഒന്നെങ്കിൽ നമുക്ക് ആദ്യമേ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ എക്സിന്റെ വാല്യൂ വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ എക്സിന്റെ റേഞ്ച് ഇട്ട് കൊടുക്കുക. എക്സ് റേഞ്ചസ് ഫ്രം 0 to y ആൻഡ് y റേഞ്ചസ് ഫ്രം 0 to 1. അപ്പം ആദ്യമേ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വൈയുടെ y 0യും yയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ അവിടെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ആദ്യമേ നമുക്ക് വൈയുടെ റേഞ്ച് എക്സ് ടു 1 ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്ത് എക്സും 1ഉം ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് 0യും 1ഉം ലിമിറ്റ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് കെയുടെ വാല്യൂ കിട്ടും. ഇപ്പം കെയുടെ വാല്യൂ കിട്ടി. f(x(y) എന്ന് പറയുന്നത് ഒരു PDF ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മാർജിനൽ ഡെൻസിറ്റീസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് k ഈക്വൽ ടു 15 ആണ് കിട്ടുക. ഇനി f(1)(x) കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പം വൈയുടെ റേഞ്ച് 0 to 1 ആണോ ഇട്ട് കൊടുക്കേണ്ടത്? അല്ല, വൈ ഇവിടെ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം എക്സ് ലെസ് ദാൻ വൈ ലെസ് ദാൻ 1 ആണ്. സോ വൈയുടെ റേഞ്ച് എന്ന് പറയുന്നത് എക്സ് ടു 1 ആണ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എക്സ് ടു 1 റേഞ്ച് ഇട്ട് കൊടുക്കാം. അതേപോലെ വൈയുടെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ കാണാൻ എന്താണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പം എക്സിൻ്റെ വാല്യൂ റേഞ്ച് ചെയ്യുന്നത് 0 to y ആണ് അല്ലേ. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ വൈ എന്ന് കിടക്കുന്ന കണ്ടില്ലേ. സോ 0യും വൈയും ആണ് അവിടെ ലിമിറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം f(1)(x)ഉം f(2)(y)യും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും അല്ലേ. ചെക്ക് ചെയ്ത് നോക്കാം, ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കും. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യനിൽ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കാണാനായിട്ടാണ്. അതറിയാം, കണ്ടുപിടിക്കുക. 12ാമത്തെ ക്വസ്റ്റ്യൻ MGF ജോയിൻറ്റ് പ്രോബബിലിറ്റി ടേബിളായിട്ട് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് എക്സിൻ്റെ MGF വേണം, വൈയുടെ MGF വേണം, XYയുടെ ജോയിൻറ്റ് MGF വേണം. പിന്നെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, അത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഇവിടെ ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ ടേബിളിൽ നിന്ന് f(1)(x)ഉം f(2)(y)യും ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? mx(t)യും my(t)2 നമ്മൾ കണ്ടുപിടിക്കണം ആദ്യമേ. അതിനുശേഷം mxy(t1, t2) കണ്ടുപിടിക്കണം. അപ്പം mx(t1) നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് വരിക: p00 പ്ലസ് p01 പ്ലസ് e(t1) ഇൻറ്റു p10 പ്ലസ് p11. ഓക്കെ ആണല്ലോ. ഇനി my(t2) എങ്ങനെ കാണാം? my(t2) റൈറ്റ് സൈഡിൽ മുകളിൽ കണ്ടുപിടിച്ചിരിക്കുന്ന കണ്ടല്ലോ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? mxy(t1, t2). അപ്പം mxy(t1, t2) ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ടേബിൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഓരോ വാല്യൂം എക്സിൻ്റെയും വൈയുടെയും ഓരോ പെയറിനും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റിയും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇങ്ങനെയാണ് mxy(t1, t2) കണ്ടുപിടിക്കുക. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള കണ്ടീഷൻ p01 ഇൻറ്റു p10 ഈക്വൽ ടു p00 ഇൻറ്റു p11. അപ്പം ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് അസ്യൂം ചെയ്യുക. എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എന്താണ്? mxy(t1, t2) ഈക്വൽ ടു
mx ഓഫ് t1 ഇൻറ്റു my ഓഫ് t2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എന്താണ് mxy ഓഫ് t1 t2 ഈക്വൽ ടു mx ഓഫ് t1 ഇൻറ്റു my ഓഫ് t2 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പകരമായിട്ട് നമുക്ക് കിട്ടിയത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം ഇത് ഈക്വൽ ആകണമെങ്കിൽ p10 ഇൻറ്റു p01 ഈക്വൽ ടു p00 ഇൻറ്റു p11 ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് രണ്ട് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് പ്രൊഡക്റ്റ് എടുക്കുക. പ്രൊഡക്റ്റ് എടുത്തു കഴിയുമ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കൂടെ ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇഫ് ആൻഡ് ഓൺലി ഇഫ്. എങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ p01 ഇൻറ്റു p10 ഈക്വൽ ടു p00 ഇൻറ്റു p11 ആണ് എന്ന് പ്രൂവ് ചെയ്യുക. അതിന് എന്ത് ചെയ്താൽ മതി? റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുക. റൈറ്റ് ഹാൻഡ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എടുക്കുക. എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കൂടെ ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പം ഈ ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടണമെന്ന് പ്രൂവ് ചെയ്യുക. ഇനി അവസാനത്തെ പോർഷൻ ഉള്ളത് ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഇതുവരെ നമ്മൾ എക്സസൈസിൽ കണ്ട ക്വസ്റ്റ്യൻസിന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യന് ഡൗട്ട് ഉണ്ട്, ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയുക, ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇതോടെ നമ്മുടെ ഫസ്റ്റ് മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്ന മൊഡ്യൂള് കംപ്ലീറ്റ് ആയി. ഈ ഒരു ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ടോ ഏതെങ്കിലും ഒരു പ്രോബ്ലമോ എക്സസൈസിലെ ഒരു പ്രോബ്ലമോ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പം എക്സാമിന് ആൻസേഴ്സ് എഴുതുമ്പം ഓരോ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ഫോർമുല തൊട്ട് കംപ്ലീറ്റ് ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഒരു സ്റ്റെപ്പ് ലാസ്റ്റ് ആൻസർ മിസ്സായാൽ പോലും നിങ്ങൾക്ക് ബാക്കി മാർക്സ് കിട്ടും. അപ്പം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഡൗട്ടായിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിലോ എൻ്റെ അടുത്ത് ഡയറക്റ്റ് മെസ്സേജ് അയച്ചോ പറയുക. നിങ്ങൾക്കത് ഞാൻ ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു.